ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വീടിനകത്തുള്ള എനർജിയാണ് കൂടുതൽ സ്വാധീനം നമുക്ക് തരുന്നത്. കാരണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബെഡ്റൂമിൽ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ 6-7 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ തന്നെ ആ വ്യക്തി നിരന്തരമായിട്ടുണ്ടാവും. ഒരു ദിവസം മാത്രമല്ല, നിരന്തരമായി. അപ്പോൾ തീർച്ചയായിട്ടും ആ മുറിയത്തെ എനർജിയാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തു പോകുന്നുവെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നില്ല. പുറത്തു പോയിട്ട് നമ്മൾ സഞ്ചരിച്ച് കറങ്ങി പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ വരുന്നത്. അപ്പോൾ വീണ്ടും ആ എനർജി, ആ കണ്ടിന്യൂസ് എനർജി എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ആ എനർജിയുടെ സ്വാധീനമായിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാറി നിന്നു, അതുകൊണ്ട് പെട്ടെന്ന് മാറില്ല. ഒരു 90 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ ഇരുന്നാലേ എനർജി ചേഞ്ച്. അല്ല, ഞാൻ ചോദിച്ചത് കാരണം ചിലപ്പോൾ അത് പെർമനന്റ് ആയിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ വീടിനകത്ത് യു വിൽ ബി കംഫർട്ടബിൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അംബ്രല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. മറ്റേ സ്വാധീനം സെക്കൻഡറി ആണ്. അതിന് നിരന്തരം അതിന്റെ സ്വാധീനം വലയത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തെത്തി വരുന്നു. അതെ അതെ അതെ. ഇപ്പൊ രാവിലെ നമ്മൾ പോയി പല സ്ഥലങ്ങളിൽ പോകുന്നു, എങ്കിലും മറ്റതിന്റെ ഇന്റൻസിറ്റി കുറയും. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വ്രണമുണ്ടായി, നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വീണ്ടും ജെംസ് വീട്ടിൽ നമ്മൾ അതിനെ വീണ്ടും സോപ്പിട്ട് കഴിയുമ്പോൾ വീണ്ടും ക്ലിയർ ആവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജെംസിന്റെ അറ്റാക്കിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആണ് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മൾ സാധാരണ പറയുന്ന 7 ചക്രങ്ങളുണ്ട്. അപ്പോൾ ഈ ചക്രങ്ങളുടെ എനർജിയും നമുക്കിതുമായി ബന്ധപ്പെടുത്തി വായിക്കാൻ പറ്റുമല്ലേ, റീഡ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ അതും അപ്പോൾ നമുക്കൊന്ന് എൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും. ഒരു എന്താണ് അതിന് ചെയ്യേണ്ടത്? ഇതിന് ഈ ഒരു ഇതുമായിട്ട് കണക്ട്, ഈ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കർസറാണ്. ഈ കർസറിന് നമ്മൾ അല്ല, ഈ കർസറല്ല, ഇതാണ് കർസർ. ഇത് ഇത് നമ്മൾ കയ്യിലല്ല. ഇപ്പോൾ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ആദ്യം ആജ്ഞ ചക്രത്തിൽ അവിടെ ഇത് വയ്ക്കാം. ഇതൊന്ന് നെറ്റിയുടെ സെൻട്രലിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് നമ്മൾ ഈ സെറ്റിങ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷഡാധാരങ്ങളിലുള്ള എനർജി ഫ്ലോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഇത് അനങ്ങുന്നില്ല. അപ്പോൾ ഈ ഷഡാധാരങ്ങളിലെ എനർജി ഫ്ലോ എവിടെയോ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി അത് ഏത് ചക്രയാണ് ആ തടസ്സം നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് ജസ്റ്റ് ഇത് റൈറ്റ് ഹാൻഡിൽ തന്നെ ഹോൾഡ് ചെയ്ത് മൊത്തത്തിലുള്ളതാണ്. ഇത് ജനറൽ ഫ്ലോ നോക്കിയതാണ്. ഇനിയിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചക്രാസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇത് വലത് കയ്യിൽ നമ്മൾ പിടിച്ചു. അതിന് ആദ്യം തൊട്ട് നമുക്ക് ഓരോ ചക്രാസായിട്ട് ചെക്ക് ചെയ്യാം. സഹസ്രാര ചക്രത്തിൽ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അത് സഹസ്രാര ചക്രത്തിൽ നോക്കുമ്പോൾ ഇതാണ്ടോ, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് സാമാന്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ എനർജി ഫ്ലോ നല്ലതാണ്. ഇനി ആജ്ഞാ ചക്രയില് ആജ്ഞാചക്രയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇനി വിശുദ്ധിയും അതുപോലെ തന്നെ അതേ ലെവലിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി അനാഹതം. അനാഹതം അവിടെ നിന്നു. അനാഹതത്തിൽ ഒരു തടസ്സമുള്ളതായിട്ടാണ്. ഇനി മണിപൂരകം. മണിപൂരകം നന്നായിട്ട് കാണിച്ചു. സാധാരണഗതിയിൽ മണിപൂരകം ആയിരിക്കും പലർക്കും ബ്ലോക്ക്. കാരണം ഡൈജസ്റ്റീവ് മണിപൂരക ചക്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും എല്ലാം ജനറേറ്റ് ചെയ്യുന്ന എനർജി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ആങ്സൈറ്റി വന്നാലും അത് ജനറേറ്റ് ചെയ്യുന്ന എനർജി ഡംപ് ചെയ്യും. അപ്പോൾ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് ആദ്യം ബാധിക്കുന്നത്. ഇനി സ്വാധിഷ്ഠാനം അതും നല്ല രീതിയിൽ തന്നെ കാണിച്ചു. ഇനി മൂലാധാരം, ടിപ്പ് ഓഫ് ദി സ്പൈൻ, അതും അതേ. അപ്പോൾ ബാക്കി ഇപ്പോൾ ഷഡാധാരങ്ങൾ 5 ആധാരങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അനാഹതം ഒഴിച്ച് അപ്പോൾ അനാഹതത്തിന്റെ ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്
ഒരു പ്രത്യേകമായ ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ ഈ 27th വരെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. മാത്രമല്ല നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില 1-2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ഒരു സ്വാധീനം വരിക തീർച്ചയായിട്ടും നമ്മുടെ അനാഹതത്തിലാണ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു സോൾട്ട്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ക്ലെൻസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഐ എം റിയലി കൺവിൻസ്ഡ്. കാരണം ബാക്കിയുള്ള ചക്രങ്ങളിൽ, കാരണം ഞാനത് ഓൾറെഡി എൻ്റെ ഡൗസിങ് പെൻഡിലുണ്ട്, ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, കാരണം എനിക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പെയിൻ പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അപർണ മാഡമായിട്ടൊക്കെ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ സം റീസൺസ്. അപ്പോൾ അത് നമുക്ക് വിതിൻ എ ഷോർട്ട് വേയിൽ നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം വി ആർ എൻഗേജ്ഡ് വിത്ത് സർട്ടൻ തിങ്സ്, അത്ര മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് എ റീസൺ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഫംഗ്ഷനിങ്. അത് നമുക്ക് പ്രേക്ഷകർക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത്. എന്തായാലും ഇറ്റ് റിയലി വർക്ക്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിനി ഇതിൻ്റെ കറക്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറക്ഷൻ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഈ അനാഹതത്തിൻ്റെത് അങ്ങയുടെ പിരമിഡിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം വെച്ച് ഇപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആ എനർജി സെന്ററിലുള്ള പോരായ്മ അല്ലെങ്കിൽ ആ റീസൺ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല എനർജിയുള്ള സ്ഥലത്ത് നമ്മൾ, അതായത് നിങ്ങൾ വീടിൻ്റെ എനർജിയുടെ അത് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയാൽ മാത്രമേ അത് മാറ്റം. അതെ, മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞൊരു റിയൽ ഇഷ്യൂ ഉണ്ട്, ഇഷ്യൂ. അപ്പൊ ആ റിയൽ ഇഷ്യൂലേക്ക് ഇത് ചെന്ന് പെടുന്നതിന്റെ കാരണം സപ്പോർട്ട് കുറഞ്ഞുകൊണ്ട്. ഇപ്പോ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബെഡ്റൂം, താമസിക്കുന്ന സ്ഥലം ബെഡ്റൂമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സ്പോട്ട്. അവിടുത്തെ എനർജി കുറച്ചുകൂടി പവർഫുൾ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ ആ ഇപ്പോഴത്തെ ഈ അനാഹതത്തിലുള്ള വന്നിട്ടുള്ള ഈ ബുദ്ധിമുട്ടിനെ അത് റെസിസ്റ്റ് ചെയ്ത് അതിനകത്ത് കയറാൻ, ഇത് നമ്മളതിൽ ബോധപൂർവ്വം ചെന്ന് കയറുന്ന ഒരു കേസാണ്. കാരണം ഞങ്ങളിപ്പോൾ ആക്ച്വലി ഒരു ഗവേഷണത്തിലാണ്. അപ്പോൾ ആ ഗവേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ നമ്മുടെ ഭാരതത്തിനെ വളരെയേറെ സ്വാധീനിച്ച, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിന്റെ അല്ല, ചിന്താഗതിയുടെ തോട്ട്സ് ആർ ഓൾസോ എനർജി, സട്ടിൽ ഫോം ഓഫ് എനർജി. അത് ആ നിരന്തരമായിട്ടുള്ള ആ ചിന്ത കൊണ്ടു നടക്കുന്നുണ്ട്. അത് എന്തായാലും മാത്രമല്ല ഇങ്ങനെ ഒരു എന്റിറ്റിയുമായിട്ട് നമ്മൾ കണക്ട് ആവുന്നുണ്ട്. അത് എല്ലാം കൂടി പരസ്പരം ബന്ധം വന്നുകൊണ്ടാണ് ആ ഒരു തീർച്ചയായും. അപ്പോൾ ഒരു വിതിൻ എ ഷോർട്ട് വേയിൽ നമ്മൾ അതിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കതിന് ഒരു ടെമ്പററി, ഇപ്പൊ നമ്മൾ കണ്ണിന് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി ഇടുന്ന പോലെ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി ചെറിയൊരു ഫോം ഓഫ് പിരമിഡ് അത് നമുക്ക് ആ അനാഹത ചക്രയുടെ ഭാഗത്ത് നമ്മൾ പോക്കറ്റിലിട്ട് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനോ അത് സഹായിക്കും. തീർച്ചയായും നമ്മൾ വേറെ ചില സാധനങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ട്, മറ്റേ പച്ചക്കർപ്പൂരം പോലുള്ള ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് വെക്കാറുണ്ട്. കാരണം ഇത് ചെറിയ പിരമിഡ് എന്ന് പറയുമ്പോഴും ഇതിന്റെ ഈ കോസ്മിക് എനർജി റിസീവ് ചെയ്യുന്ന ഒരു ടെക്നോളജി അതിനകത്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ തോതിലുള്ള എനർജി സപ്പോർട്ടിംഗ് ആയിട്ട്. തീർച്ചയായും. അപ്പോൾ ഞാൻ ചോദിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ സാധാരണയായിട്ട് ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീടുകൾ വരാം, റെസിഡ്യൂവൽ ഗോസ്റ്റുകളുടെ പ്രസൻസ് അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ആഭിചാര ബാധ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള നെഗേഷൻസ് വന്ന് പിടിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അവിടെ സാധാരണയായിട്ട് വലിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബിൽഡിംഗ് എന്താ പറയുക ബയോളജി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് വൈബ്രേഷൻസിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിൽ ഈ പൂജ അതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് തന്നെയാണ്. കാരണം ഒരു ഹോമമോ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ജനറേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി. അത് പക്ഷെ അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് അത് അളക്കാനുള്ള ഒരു ഡിവൈസ് ഇല്ല, അത് ചെയ്യുന്ന ആൾക്കും അറിയില്ല. അപ്പോൾ ആ ഏത് സ്ഥലത്താണോ ഇത് ചെയ്യുന്നത് ആ എനർജി മാറ്റാനാണല്ലോ ചെയ്യുന്നത്. അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിലവിലുള്ള നെഗറ്റീവ് എനർജിനെ ഓവർ പവർ ചെയ്യാനുള്ള എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. ഇനി അഥവാ പറ്റിയാൽ തന്നെ അത് എത്ര ദിവസത്തേക്ക് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാറ്ററി സെല്ല് ഉപയോഗിക്കുന്നു, ടോർച്ച് ലൈറ്റിന് വേണ്ടി നമ്മൾ ടോർച്ചിനകത്ത് ഇടുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ചാർജ് പോകും. അപ്പോൾ അതെടുത്ത് കളയാൻ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമം ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന എനർജി അവിടുത്തെ എക്സിസ്റ്റിംഗ് നെഗറ്റീവ് എനർജിനെ ഓവർ പവർ ചെയ്യാൻ
മാത്രം പര്യാപ്തമാണോ എന്നുള്ളത് അളക്കാൻ, അല്ലെങ്കിൽ അത് എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്ക് പോലും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ദിവസം വളരെ വ്യത്യാസപ്പെട്ട ഒരു ഇത് ഫീൽ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഇത് ചെയ്തതൊന്നും ശരിയായില്ല, അല്ലെങ്കിൽ ചെയ്ത ഈ കാര്യം പോലും നമ്മൾ ശരിയല്ല, അല്ലെങ്കിൽ സയന്റിഫിക് അല്ല, അല്ലെങ്കിൽ അത് അതിനകത്ത് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് ഇതുപോലെ കറക്റ്റ് ചെയ്തെന്ന് കേട്ടു. അപ്പോൾ അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ഇപ്പൊ സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലാണ് ഇത് പലരും പറയുന്നത്. പക്ഷെ അദ്ദേഹം ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥനായി വൺ ഓഫ് ദി ഓണേഴ്സ് അദ്ദേഹത്തിന്റെ വീട് കറക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. എങ്ങനെയാ വെച്ചാൽ ഓൾറെഡി 2-3 ബ്ലോക്ക് ഉണ്ട് അവിടെ. ബ്ലോക്ക് എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഉണ്ട്. പുതിയതായിട്ടൊരു വലിയൊരു ബ്ലോക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്തു ആ സ്പേസിൽ. അവരെന്ത് വെച്ചാൽ സൗകര്യപൂർവ്വം ഈ പുതിയ ബ്ലോക്കും ഓൾഡ് ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തു, പാസേജ് ലിങ്ക് ചെയ്തു, മുകളിലും താഴേക്കായിട്ട്. അപ്പോൾ പുതിയ ബ്ലോക്ക് നിൽക്കുന്ന സ്ഥലം ജിയോപതിക് സ്ട്രെസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ ജിയോപതിക് സ്ട്രെസ് ഉള്ള എനർജി ഈ പഴയ ബിൽഡിങ്ങിൽ അതില്ലായിരുന്നു. ജിയോപതിക് സ്ട്രെസ് ഇല്ലാത്തൊരു സ്ഥലം, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലമായിരുന്നു. ഇത് കണക്ട് ചെയ്തപ്പോൾ ആ എനർജി ഇതുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ ഈ നിലവിലുള്ള നല്ല എനർജീൻ്റെ ആ പോസിറ്റീവ് നിൽക്കുന്ന എനർജീനെ അത് അല്ലാത്ത ഒരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് അവരുടെ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരത് ആദ്യം ഒരു അസ്ട്രോളജർ ആയിട്ടുള്ള കൺസൾട്ട് ചെയ്തപ്പോൾ അവർ നിലവിലുള്ള ഗേറ്റ് മാറ്റണം എന്നുള്ളൊരു സജഷനാണ് കൊടുത്തത്. അപ്പം അവിടെ ഗേറ്റ് മാറ്റാനുള്ള സാഹചര്യം ഇല്ല, വേറെ സ്പേസ് ഇല്ല, അവിടെ വേറെ സ്പേസിൽ ഗേറ്റ് വെക്കാനുള്ള സൗകര്യങ്ങളില്ല, അത് ഇൻകൺവീനിയൻസ് കൂട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഗേറ്റ് ഒന്നും മാറ്റണ്ട, ഗേറ്റ് മാറ്റണം എന്ന് പറഞ്ഞത് അവിടെ ഒരു ഊർജ്ജ തടസ്സം വന്നതുകൊണ്ടാണ്, അത് ഇല്ലാതാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് നടക്കുന്ന സമയത്താണ് അത് ചെയ്തു കൊടുത്തു. ആ പുതിയ ബ്ലോക്കിന്റെ ഇതും തിരിച്ചറിഞ്ഞു. ആ പുതിയ ബ്ലോക്കിന്റെ നിൽക്കുന്ന ആ ജിയോപതിക് സ്ട്രെസ്സുള്ള എനർജി ഇങ്ങോട്ട് ഇതുമായിട്ട് മെർജ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞു. ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു കൊടുത്തു. അതോടെ ആ പ്രശ്നം തീർന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ പക്ഷെ അത് അതിനകത്ത് പറയാനുള്ളത്, ഈ കാര്യം തിരിച്ചറിയും ബോധ്യപ്പെടുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റൂ. അതെ 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 അതെ. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. ശരിക്കും നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് വിദ്യകളാണ്, നിഗൂഢമായുള്ള വിദ്യകൾ, രഹസ്യ വിദ്യകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇതിൽ ശ്രീചക്രം, അതിൻ്റെ വളരെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രീചക്രം വീട്ടിൽ വെച്ച് നമ്മൾ ഉപാസിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ശ്രീചക്രം ഫുൾ ഓഫ് പിരമിഡ്സ് ആണ് അല്ലേ? വളരെ കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആണ്, ലോകത്തിലെ ഏറ്റവും മെഷർമെന്റ് പിരമിഡിന്റെ ശ്രീചക്രത്തിന്റെ ഒന്നാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കും. അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ശ്രീചക്രത്തിൽ നിന്ന് പിന്നീട് പോയതായിരിക്കും അല്ലെ പിരമിഡിന്റെ ഒരു സങ്കല്പം ആയിരിക്കും. കാരണം പിരമിഡ് എന്ന് പറയുന്നതിന്റെ അസംഖ്യം പിരമിഡുകളുടെ ഒരു വലിയ സങ്കീർണ നിർമ്മിതിയാണ് നമ്മുടെ ശ്രീചക്രം. കാരണം അതിന്റെ ഇപ്പോഴും അതിന്റെ എലമെന്റ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തുകൊണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും അതിന്റെ പല കാര്യങ്ങളും ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കോൺടാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു സബ്ജക്റ്റ് പരിചയപ്പെടാമെന്നും അതുപോലെ തന്നെ പുതിയൊരു അറിവ് നമുക്ക് ലഭിക്കാനും ഇടയാക്കിയതിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് നിയുക്തനായ ഒരാളാണ്, അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പോകുന്നു, ഇത് പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയായിരിക്കുകയാണ്, നമുക്ക് തരാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിന് അങ്ങയുടെ മഹാമനസ്കതയ്ക്കും ഈ ഒരു അറിവ് നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം.